welcome back to Sweet Stalls. ഒരു ക്വിക്ക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. How many of you heard this as a new parent? കുഞ്ഞുണ്ടായി കഴിയുന്നുണ്ട് കുഞ്ഞിനെ നാട്ടി പിടിക്കരുത്, കുഞ്ഞിനെ മൊട്ടയടിച്ചാലേ നല്ല തിക്കറായിട്ടുള്ള മുടി വളരത്തുള്ളൂ, കൺമഷി ഇട്ട് കൊടുത്താലേ നല്ല തിക്കറായിട്ടുള്ള ഐബ്രോസ് വരത്തുള്ളൂ, ഹിപ്പില് ചരട് കെട്ടി കൊടുത്താലേ ബോഡിക്ക് നല്ല ഷേപ്പ് വരത്തുള്ളൂ. ഇതുപോലെ 100-ലധികം അഡ്വൈസസ്. ആൻഡ് മോസ്റ്റ് ഓഫ് us grew up hearing these things, അല്ലെ? നമ്മുടെ പേരൻസും നമ്മുടെ ഗ്രാൻഡ് പേരൻസും ഈവൻ നമ്മളും ഈ പറയപ്പെടുന്ന ട്രഡീഷൻസും ഈ പറയപ്പെടുന്ന ബിലീഫ്സും എല്ലാം ഫോളോ ചെയ്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. അതൊക്കെ ഒരു സ്നേഹത്തിന്റെ പുറത്തും അല്ലെങ്കിൽ ഒരു ഗുഡ് ഇന്റൻഷന്റെ പുറത്തുമാണ് നമ്മൾ ഇതൊക്കെ ഫോളോ ചെയ്ത് വന്നിരിക്കുന്നത്. But now, based on medical knowledge and parenting science available, it's time to pause and start thinking. ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ, ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ, അതോ ഇത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള മിത്സ് മാത്രമാണോ? And this video is not to disrespect anyone or any tradition. ഇതൊരു ജഡ്ജ്മെന്റ് ബേസിസിലായിട്ടുള്ള ഒരു വീഡിയോയുമല്ല. But as parents, we always do the best for our babies based on love and logic. In this video, I'm going to break down some common misbeliefs in raising a child that many of us still believe and what actually fact says. So stay till the end. ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പം ഒരുപക്ഷെ നിങ്ങളിൽ പലരും വിശ്വസിച്ചിരിക്കുന്ന പല ബിലീഫ്സും നിങ്ങൾ ഒരുപക്ഷെ റീതിങ്ക് ചെയ്തേക്കാം. So stay till the end and watch the entire video. And if you're new here, don't forget to subscribe my channel. So once again, welcome back to Sweet Stalls. First common misbelief ആയിട്ട് എനിക്ക് തോന്നിയത് holding baby straight upright will harm their bones. അതായത് കുഞ്ഞിനെ സ്ട്രെയിറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അവരുടെ എല്ലുകളെ ദോഷം ചെയ്തേക്കാവുന്നു. But actually it's completely wrong. ആസ് ലോങ് as നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള നെക്ക് സപ്പോർട്ടും ഹെഡ് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി എ സേഫർ പൊസിഷൻ. എസ്പെഷ്യലി ആഫ്റ്റർ ഫീഡിങ് കുഞ്ഞിനെ ആണെങ്കിൽ ബേർപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഗ്യാസ് കളയാനായിട്ട് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ തന്നെയാണ്. കുഞ്ഞുങ്ങൾക്ക് കൂടുതലായിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനായിട്ടും അവരുടെ ഗ്യാസും കോളിക്കും ഒക്കെ പോകാനായിട്ടൊക്കെ പറ്റിയൊരു പൊസിഷൻ തന്നെയാണ് ഇങ്ങനെ ഈ നാട്ടി പിടിക്കാന്ന് പറയുന്നത്. കുഞ്ഞുങ്ങൾക്ക് കൂടുതലായിട്ട് കംഫർട്ടബിൾ ആയിട്ട് കിടക്കാനായിട്ടും ഉറങ്ങാനായിട്ടും ഒക്കെ ഒരു പറ്റിയ പൊസിഷനായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആസ് പെർ മെഡിക്കൽ സയൻസ് ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി എ സേഫർ പൊസിഷൻ. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല, ധൈര്യമായിട്ട് തന്നെ നിങ്ങൾ നാട്ടിൽ പിടിച്ചോളൂ. ബട്ട് ബി ജെന്റൽ ആൻഡ് പ്രോപ്പർ ആയിട്ടുള്ള നെക്ക് സപ്പോർട്ടും ഹെഡ് സപ്പോർട്ടും കൊടുത്ത് മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. സെക്കൻഡ് കോമൺ മിസ്ബിലീവ് എന്ന് പറയുന്നത് ഏർലി ടീത്തിങ് മീൻസ് ലേറ്റ് വാക്കിംഗ് ആൻഡ് വൈസ് വേഴ്സ. കുഞ്ഞുങ്ങൾക്ക് നേരത്തെ പല്ല് വന്നു കഴിഞ്ഞാൽ ലേറ്റ് ആയിട്ട് നടന്നു തുടങ്ങത്തുള്ളൂ, കുഞ്ഞുങ്ങൾക്ക് ലേറ്റ് ആയിട്ട് പല്ല് വന്നു കഴിഞ്ഞാൽ അവർ നേരത്തെ നടന്നു തുടങ്ങും. ശരിക്കും ഇത് തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ആസ് പെർ മെഡിക്കൽ സയൻസ് there is no connection between teething and walking. Both these teeth coming and walking are controlled by different control patterns and development systems. അതുകൊണ്ട് തന്നെ ഇത് തമ്മിൽ യാതൊരു വിധത്തിലും ഒരു കണക്ഷനും ഇല്ല. ചില കുഞ്ഞുങ്ങൾ 10 മാസം ആകുമ്പോഴേ നടന്നു തുടങ്ങും, പക്ഷെ അവർക്ക് പല്ല് വന്നിട്ടുണ്ടാകത്തില്ല. ചില കുഞ്ഞുങ്ങൾക്ക് 4 മാസം അല്ലെങ്കിൽ 5 മാസം ആകുമ്പോഴേ അവർക്ക് പല്ല് വന്നിട്ടുണ്ടാവും, പക്ഷെ അവര് ലേറ്റ് ആയിട്ടായിരിക്കും നടന്നു തുടങ്ങുന്നത്. ചില കുഞ്ഞുങ്ങൾക്ക് ഇത് രണ്ടും നേരത്തെ വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ പേരൻസ് ഇത് ഒട്ടും വെറി ആകേണ്ട കാര്യമില്ല, കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ ടൈം ലൈൻ ആവുമ്പോഴത്തേക്കും കറക്റ്റ് ആയിട്ട് അവർക്ക് പല്ലും വന്നോളും, അവർ നടന്നും തുടങ്ങിക്കോളും. കുഞ്ഞെപ്പോഴാണോ കുഞ്ഞിന്റെ ബോഡി എപ്പോഴാണോ പ്രിപ്പയർഡ് ആകുന്നത് ആ ഒരു ടൈം ആവുമ്പോഴത്തേക്കും കുഞ്ഞിന് കറക്റ്റ് ആയിട്ട് ടീത്തും വന്നോളും, നടന്നും തുടങ്ങിക്കോളും. സോ നോ നീഡ് ടു വറി. തേർഡ് കോമൺ മിസ്ബിലീഫ് എന്ന് പറഞ്ഞാൽ ഷേവിംഗ് ഹെഡ് മീൻസ് ഗ്രോയിങ് തിക്കർ ഹെയർ. കുഞ്ഞിന് ഫ്യൂ മന്ത്സ് മാത്രം പ്രായമുള്ളപ്പോഴേ കുഞ്ഞിന്റെ തല മൊട്ടയടിച്ചു കഴിഞ്ഞാൽ നല്ല തിക്കായിട്ടുള്ള ഹെയർ വളരുമെന്നാണ് പൊതുവെയുള്ള എല്ലാവരുടെയും വിശ്വാസം. കേൾക്കുമ്പോൾ തന്നെ നമുക്കത് ലോജിക്കലായിട്ട് തോന്നുകയും ചെയ്യും. ബട്ട് സയൻസ് സേസ് നോ. ഷേവിംഗ് ഹെഡ് ഡസന്റ് മേക്സ് ദ ഹെയർ ഗ്രോ തിക്കർ. ഹെയർ തിക്നെസ് ഡിസൈഡ് ചെയ്യുന്നത് ജെനറ്റിക്സ് ആണ്. നമ്മൾ എത്ര വട്ടം മൊട്ടയടിച്ചെന്ന് പറഞ്ഞാലും കുഞ്ഞിന്റെ ഹെയർ തിക്കായിട്ട് ഇരിക്കണമെങ്കിൽ അത് ജെനറ്റിക്സും കൂടെ വിചാരിക്കണം. ശരിക്കും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് ജനിക്കുമ്പോൾ കുഞ്ഞിന്റെ മുടി എന്ന് പറയുന്നത് വളരെ അൺഈവൻ ആയിട്ടായിരിക്കും നിൽക്കുന്നത്. അത് നമ്മൾ ലെവൽ ചെയ്ത് വെട്ടുമ്പം അല്ലെങ്കിൽ മുട്ടയടിച്ചിട്ട് പിന്നീട് വരുന്ന മുടി എന്ന് പറയുന്നത് വളരെ ഈവൻ ആയിട്ടുള്ള മുടിയായിരിക്കും. ഇറ്റ് ഗീവ്സ് ആൻ ഇല്യൂഷൻ ഓഫ് ഫുൾനെസ്. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചിന്തിക്കും കുഞ്ഞിന്റെ മുടി വെട്ടിയോണ്ടാണ് അല്ലെങ്കിൽ മുട്ടയടിച്ചുകൊണ്ടാണ് തിക്കറായിട്ടുള്ള ഹെയർ വന്നത്. ബട്ട് ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി റോങ്. ജെനറ്റിക്സ് ഡിസൈഡ് ചെയ്യുന്ന പോലാണ് കുഞ്ഞിന്റെ മുടിയുടെ തിക്നെസ് ഇരിക്കുന്നത്.
ഒരു ട്രഡീഷന്റെ ബേസിസിൽ നമ്മൾ മുട്ടയടിക്കുന്നത് ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഫൈൻ, ബട്ട് ഡസന്റ് എക്സ്പെക്ട് മാജിക്കൽ ഹെയർ ഗ്രോത്ത് ബിക്കോസ് ഓഫ് ഇറ്റ്. ഫോർത്ത് കോമൺ മിസ്ബിലീഫ് എന്ന് പറയുന്നത് ബ്രസ്റ്റ് ഫീഡിംഗ് മീൻസ് കംപ്ലീറ്റ് ഇമ്മ്യൂണിറ്റി ഫോർ ബേബി. ഓഫ് കോഴ്സ് ബ്രസ്റ്റ് മിൽക്ക് ആണെങ്കിലും ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു വലിയൊരു റോള് പ്ലേ ചെയ്യുന്നുണ്ട് കുഞ്ഞിന്റെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയും പ്രോപ്പർ ഡൈജഷന് വേണ്ടിയും. ഒരു സ്ട്രോങ് ബോണ്ട്, അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു സ്ട്രോങ് ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ടെല്ലാം ഈ ബ്രസ്റ്റ് മിൽക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ കുഞ്ഞിന്റെ ഫുൾ ഇമ്മ്യൂണിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു ബ്രസ്റ്റ് മിൽക്കിൽ മാത്രമല്ല. ദർ ആർ ഡിഫറെന്റ് ഫാക്ടേഴ്സ് വിച്ച് പ്ലേ എ റോൾ. കുഞ്ഞിന്റെ ഒരു ചുറ്റുമുള്ള ഒരു ഹൈജീൻ എൻവയോൺമെന്റ്, പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള വാക്സിനേഷൻ, കുഞ്ഞ് സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതിൽ കൂടെ ഇതിൽ നിന്നെല്ലാം കുഞ്ഞിന് ഇമ്മ്യൂണിറ്റി കിട്ടുന്നുണ്ട്. ദർ ആർ മോംസ് ഹു ആർ നോട്ട് ഏബിൾ ടു ബ്രസ്റ്റ് ഫീഡ്. അങ്ങനത്തെ കേസസിൽ കുഞ്ഞിനാണല്ലോ ഫോർമുല മിൽക്ക് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനത്തെ കുഞ്ഞുങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി കിട്ടുന്നില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഈ ഫോർമുല മിൽക്ക് അല്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് മാത്രമല്ല കുഞ്ഞിന്റെ ഇമ്മ്യൂണിറ്റിയെ ഡിസൈഡ് ചെയ്യുന്നത്. End of the day, a well-fed baby and a well-loved baby is a healthy baby, regardless of whether it is formula milk or breast milk. Fifth common misbelief എന്ന് പറയുന്നത് crying child means always hunger. പണ്ട് തൊട്ടേ ഉള്ള ആൾക്കാരുടെ ഒരു അസംഷൻ ആണ് കുഞ്ഞ് കരഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് വിശന്നിട്ടാണ് കരയുന്നത്. നമ്മൾ ഒരുപക്ഷെ കുഞ്ഞിന് പാല് കൊടുത്തിട്ടായിരിക്കും ഇരിക്കുന്നത്, ആ മൊമെന്റിലായിരിക്കും കുഞ്ഞ് കരയുന്നത്. അപ്പോഴത്തേക്കും അവിടുന്ന് ഇവിടുന്ന് വേട്ടം പറയാം കുഞ്ഞിന് പാല് കൊടുക്കുക, കുഞ്ഞിന് വയറ് നിറഞ്ഞിട്ടില്ല, ഇതെന്ന് പറഞ്ഞ് കുറെ അഡ്വൈസസ് വരും. Actually, the thing is, crying is the first baby language. കുഞ്ഞ് പല കാര്യങ്ങളായിരിക്കും മെയിൻ ചെയ്യുന്നത്. ഒരുപക്ഷെ കുഞ്ഞിന്റെ ആണല്ലോ ഡയപ്പർ വെറ്റായിട്ടായിരിക്കാം, ഒരുപക്ഷെ വയറ്റിൽ എന്തെങ്കിലും അസ്വസ്ഥതയായിരിക്കും, ഗ്യാസിന്റെ ഇഷ്യൂസോ എന്തെങ്കിലും ടയർഡ്നെസ്സോ, ഉറങ്ങാനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അറ്റൻഷൻ സീക്ക് ചെയ്യാനായിട്ടോ പല റീസൺ കൊണ്ടായിരിക്കും കുഞ്ഞ് കരയുന്നത്. കുഞ്ഞ് എപ്പോഴും വിശന്നിട്ടായിരിക്കത്തില്ല കരയുന്നത്. സോ നെക്സ്റ്റ് ടൈം കുഞ്ഞ് കരയുമ്പം സ്ട്രെയിറ്റ് വേ പോയി കുഞ്ഞിന് പാല് കൊടുക്കാതെ ജസ്റ്റ് ലിസൺ, ഒബ്സർവ് ആൻഡ് റെസ്പോണ്ട്. എവറി ക്രൈ ഈസ് ദെയർ വേ ഓഫ് ടോക്കിംഗ്. സോ അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ആവുക. സിക്സ്ത് വൺ എന്ന് പറയുന്നത് സ്ട്രോങ് ഓയിൽ മസാജ് മീൻസ് സ്ട്രോങ് ബേബി ബോൺസ്. അതായത് പണ്ട് തൊട്ടേ നമ്മുടെ റിലേറ്റീവ്സ്, ഗ്രാൻഡ് പേരൻസ്, നമ്മുടെ പേരൻസ് വഴിയൊക്കെ കേൾക്കുന്ന ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളെ എണ്ണ തേപ്പിച്ച് നല്ല സ്ട്രോങ് ആയിട്ടാണെങ്കിൽ തിരുമിപ്പിച്ച് കുളിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല സ്ട്രെങ്തൻ ആയിട്ടുള്ള ബോണൊക്കെ ആണെങ്കിലും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ ട്രൂത്ത് ഇതാണ്, കുഞ്ഞുങ്ങൾക്കാണെങ്കിലും മസാജ് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. അവരുടെ ബ്ലഡ് ഫ്ലോയ്ക്കും അവരൊന്ന് റിലാക്സ്ഡ് ആകാനായിട്ട് നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ടൊക്കെ ഈ മസാജ് നല്ലതാണ്. പക്ഷേ ഈ ന്യൂ ബോൺ ബേബിയുടെ ആണെങ്കിൽ ബോൺ എന്ന് പറയുന്നത് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മൾ ജെന്റിലായിട്ട് അപ്ലൈ ചെയ്തില്ലെങ്കിൽ നമ്മൾ അത് നല്ലതിനേക്കാൾ കൂടുതൽ അവിടെ ദോഷമായിരിക്കും ചെയ്യാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മസാജ് ചെയ്യുന്നത് എപ്പോഴും നല്ലൊരു കാര്യം തന്നെയാണ്, ബട്ട് അത് ജെന്റിലായിട്ട് മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. റിമെമ്പർ, ഇറ്റ്സ് ലവ് ആൻഡ് കെയർ ദാറ്റ് സ്ട്രെങ്തൻ ദ ബേബി, നോട്ട് ദ ഫോഴ്സ്. സെവൻത് വൺ എന്ന് പറയുന്നത് ത്രെഡ് ഓൺ ബേബീസ് ഹിപ്പ് വിൽ ഷേപ്പ് ദ ബോഡി. ഇപ്പോഴും ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് കുഞ്ഞിന് നല്ല ബോഡി ഷേപ്പ് വരണമെങ്കിൽ അരയിൽ അല്ലെങ്കിൽ ഹിപ്പില് ചരട് കെട്ടിക്കൊടുത്താൽ മതിയെന്ന്. ബട്ട് ഹോണസ്റ്റ്ലി ദർ ഈസ് നോ സയന്റിഫിക് പ്രൂഫ് ഫോർ ദാറ്റ്. കുഞ്ഞിന്റെ ബോഡി ഷേപ്പ് ഒക്കെ പ്യൂർലി നാച്ചുറലി വരുന്ന കാര്യമാണ്. ജനറ്റിക് ബേസിസിലും കുഞ്ഞ് കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രീഷൻ വഴിയൊക്കെയാണ് കുഞ്ഞിന്റെ ബോഡി ചേഞ്ച് ആവുന്നത്. ആൻഡ് ഇൻഫാക്ട് ഈ ഒരു ചരട് കെട്ടുന്നത് കൊണ്ട് കുഞ്ഞിന്റെ ബോഡിക്ക് ഇറിറ്റേഷൻ വരാനായിട്ടും അവിടെ റാഷസ് വരാനായിട്ടും മാർക്ക് വരാനൊക്കെ ഇത് റീസൺ ആകാം. പ്രത്യേകിച്ച് വണ്ണമുള്ള കുട്ടികളാണെങ്കിൽ എസ്പെഷ്യലി ഈ ഒരു കാര്യത്തിനൊക്കെ ചാൻസസ് കൂടുതലാണ്. ഇതൊരു ട്രഡീഷന്റെ ബേസിസിൽ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ അല്ലെങ്കിൽ ഒരു കൾച്ചറൽ ബേസിസിൽ ഇത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഓക്കെ. ബട്ട് അതുകൊണ്ട് കുഞ്ഞിന് ഒരു ബോഡി ഷേപ്പ് ചേഞ്ച് വരുമെന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്താൽ അത് ഒരിക്കലും നടക്കുന്ന ഒരു കാര്യമല്ല. സോ നിങ്ങൾ വരിയാകേണ്ട കുഞ്ഞിന് കറക്റ്റ് ടൈം ആകുമ്പോൾ അത് നാച്ചുറലി കുഞ്ഞിനാണെങ്കിലും നല്ല ബോഡി ഷേപ്പ് ഒക്കെ വന്നോളും. സോ വെയിറ്റ് ഫോർ ദാറ്റ്. എയ്ത്ത് വൺ എന്ന് പറയുന്നത് അപ്ലൈങ് കാജൽ വിൽ ഹെൽപ്സ് ടു ഗ്രോ തിക്കർ ഐബ്രോസ് ആൻഡ് ലോങ് ഐലാഷസ്. ഇപ്പോഴും ആൾക്കാർ ഇത് വിശ്വസിക്കുന്നതുകൊണ്ട് ഇത് ഫോളോ ചെയ്യുന്നവരുണ്ട്. ബട്ട് സാഡ്ലി ഇറ്റ് ഈസ് നോട്ട് സയന്റിഫിക്കലി പ്രൂവൻ. കുഞ്ഞിന്റെ ഹൈലാഷസും ഹെയർ ഗ്രോത്തും എല്ലാം പ്യൂർലി ഡിപ്പെൻഡ് ചെയ്യുന്നത് ജെനറ്റിക്സിലാണ് ആൻഡ് നോട്ട് ഓൺ എനി കാജൽ ഓർ ഐലൈനർ. ഒരു ബിഗർ കൺസേൺ എന്ന് പറയുന്നത് ഈ ഒരു കാജൽ അല്ലെങ്കിൽ ഐലൈനർ എന്നൊക്കെ പറയുന്നത് പല ഹോം മെയ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പല സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുന്ന ഈ ഒരു കാജലിനകത്ത് കൂടുതലും കെമിക്കൽ കണ്ടന്റ്സും ലെഡ് കണ്ടന്റും ഒക്കെ ഉണ്ട്. കുഞ്ഞിന്റെ കണ്ണെന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അവിടെ ഇതൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞിന് നല്ലതിനേക്കാൾ കൂടുതൽ ദോഷമാണ് ചെയ്യുന്നത്.
കുഞ്ഞിനെ കണ്ണിന് ഇറിറ്റേഷനും ഇൻഫെക്ഷനും റെഡ്നെസ്സും ഒക്കെ വരാനായിട്ടുള്ളൊരു ചാൻസ് ആവും ഈ ഒരു കാജൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ ഈ കൺമഷിയൊക്കെ ഇട്ട് കാണാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് കുഞ്ഞൊന്ന് വലുതാകുന്നിടം വരെ വെയിറ്റ് ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുഞ്ഞിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐബ്രോസും ഐലാഷസും ഒക്കെ ആണെങ്കിൽ കറക്റ്റ് അതിന്റെ ഒരു ടൈം ആവുമ്പത്തേക്ക് വന്നോളും. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പ്യൂർലി ജനറ്റിക് ബേസ്ഡ് ആണ്. ആ ഒരു ടൈം ആവുമ്പത്തേക്കും കറക്റ്റ് ആയിട്ട് അതൊക്കെ വന്നോളും. നിങ്ങൾ അതൊന്നും വേറെ ആളുടെ കാര്യമില്ല. ഒരു കാജലും ഒരു ഐലൈനറും ഇല്ലാതെ തന്നെ കുഞ്ഞിന് കറക്റ്റ് ടൈം ആകുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐലാഷസ് വന്നോളും. 9th വൺ എന്ന് പറയുന്നത് ചബ്ബി ബേബി മീൻസ് ഹെൽത്തി ബേബി ആൻഡ് സ്കിന്നി ബേബി മീൻസ് അൺഹെൽത്തി. പൊതുവേ ഉള്ള ആൾക്കാരൊരു പറച്ചിലാണ് കുഞ്ഞ് വണ്ണം വെച്ചിരുന്നു കഴിഞ്ഞാൽ കുഞ്ഞ് ഹെൽത്തിയാണ്, മെലിഞ്ഞിരുന്നു കഴിഞ്ഞാൽ എന്തൊക്കെയോ അസുഖങ്ങളുണ്ട്, തീരെ ഹെൽത്തി അല്ല, കൊണ്ട് ഡോക്ടറിനെ കൊണ്ട് കാണിക്കേ, വിശപ്പ് വരാനായിട്ടുള്ള മരുന്ന് വാങ്ങിച്ചു കൊടുക്കുക. അതുപോലെ 100-ലധികം അഡ്വൈസസ് കേൾക്കാം. ഈവൻ എന്റെ ചൈൽഡ്ഹുഡിലും ഞാൻ തീരെ മെലിഞ്ഞായിരുന്നു ഇരുന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ അഡ്വൈസസ് കുറെ അധികമായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഈവൻ എന്റെ അമ്മയോട് വരെ ചോദിച്ചിട്ടുണ്ട്, ലൈക്ക് കുഞ്ഞിനുള്ള ഭക്ഷണങ്ങൾ അമ്മയാണോ കഴിക്കുന്നതെന്നുള്ളത്. അങ്ങനെ 100 കളിയാക്കലും കേട്ടിട്ടുണ്ട്. ബട്ട് ഹോണസ്റ്റ്ലി ഇറ്റ്സ് എ ബിഗർ മിസ്കൺസെപ്ഷൻ. വെയിറ്റ് അലോൺ ഡസന്റ് ഡിഫൈൻ ദ ബേബീസ് ഹെൽത്ത്. ഈ സ്കിന്നി ആയിട്ടുള്ള ബേബീസ് ആയിരിക്കും സൂപ്പർ ആക്റ്റീവ് ആയിട്ടും ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടും എല്ലാ മൈൽ സ്റ്റോൺസ് ഒക്കെ ഓവർകം ചെയ്യുന്നത് ഈ സ്കിന്നി ആയിട്ടുള്ള ബേബീസ് ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം വണ്ണുള്ള ബേബീസ് അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ആയിട്ടുള്ള ബേബീസിനൊക്കെ ബ്രീത്തിങ് ഇഷ്യൂസും ഫീഡിങ് ഇഷ്യൂസും പിന്നെ മൈൽ സ്റ്റോൺസ് ഒക്കെ ഓവർകം ചെയ്യാനായിട്ടൊക്കെ അവർ ഡിലേ കാണിക്കാറുണ്ട്. So instead of focusing on baby's weight, let's focus on as a total picture. കുഞ്ഞിന്റെ എനർജി ലെവലും ആപ്പിറ്റൈറ്റ് ലെവലും ഗ്രോത്ത് ചാർട്ടും എന്തുമാത്രം കുഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കുന്നു, ഇതൊക്കെയാണ് കുഞ്ഞിനെ ട്രൂലി ഒരു ഹെൽത്തി ചൈൽഡ് ആക്കുന്നത്. 10th വൺ എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസിങ് സോൾട്ട് ഓർ ഷുഗർ ബിഫോർ 1 year. കുഞ്ഞിനാണല്ലോ സോൾട്ടും ഷുഗറും ഒക്കെ ആഡ് ചെയ്തൊക്കെ ഫുഡ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ടൊക്കെ കുഞ്ഞ് ഭക്ഷണം കഴിച്ചോളും, മടി കാണിക്കാതെ കഴിച്ചോളും. ഇത് പലരും പറയുമല്ലേ. ബട്ട് ആക്ച്വലി ഇറ്റ്സ് ബെറ്റർ ടു അവോയ്ഡ് സോൾട്ട് ഓർ ഷുഗർ ബിഫോർ 1 year. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന്റെ കിഡ്നി എന്ന് പറയുന്നത് സ്റ്റിൽ മെച്ചുവർ ആകുന്ന ഒരു സ്റ്റേജ് ആണ്. ആ ഒരു സ്റ്റേജിൽ നമ്മൾ എക്സ്ട്രാ സോഡിയം വീണ്ടും കൊടുത്തു കഴിഞ്ഞാൽ കിഡ്നിക്ക് ഫംഗ്ഷൻ ചെയ്യാനായിട്ട് കൂടുതൽ സ്ട്രെയിൻ ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഷുഗർ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അൺഹെൽത്തി ആയിട്ടുള്ള ക്രേവിങ്സ് വരാനായിട്ടും അൺഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് വരാനായിട്ടൊക്കെ ഇത് റീസൺ ആവും. സോ ലെറ്റ് ദം എൻജോയ് ദ നാച്ചുറൽ ഫ്ലേവേഴ്സ്. ഈ പറയപ്പെടുന്ന ബനാനയിലും ക്യാരറ്റിലും ഓറഞ്ചിലും സ്വീറ്റ് പൊട്ടറ്റോയിലൊക്കെ ആണെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ളൊരു സ്വീറ്റ് ഉണ്ട്. ആ ഒരു സ്വീറ്റ്നെസ് ഒക്കെ ആണെങ്കിലും കുഞ്ഞുങ്ങൾ മനസ്സിലാക്കട്ടെ. യുവർ ബേബീസ് ടേസ്റ്റ് ബഡ്സ് വിൽ സ്ലോലി ലേൺ ദ റിയൽ ടേസ്റ്റ്. അതുകൊണ്ട് തന്നെ പുതിയ ഫ്ലേവേഴ്സ് ഒന്നും അവരെ ഫോഴ്സ് ചെയ്ത് കഴിപ്പിക്കേണ്ട കാര്യമില്ല. സോ ലെറ്റ് ദ ടൈനി ടങ്സ് എൻജോയ് ദ വേ ദ ഫുഡ് ദാറ്റ് വാസ് മെന്റ് ടു ബി. സോ ഡു യു ബിലീവ് സം ഓഫ് ദിസ് കോമൺ മിസ്ബിലീവ്സ്? നിങ്ങളുടെ ആണെങ്കിൽ പേരന്റിംഗിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ജഡ്ജ്മെന്റ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? ഈ പറയപ്പെടുന്ന മിത്സ് അല്ലെങ്കിൽ ട്രഡീഷണൽ കോമൺ മിസ്ബിലീവ്സ് ഫോളോ ചെയ്യാത്തതിന്റെ പേരിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ജഡ്ജ്മെന്റ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു പുട്ട് എ കമന്റ്. ഐ വുഡ് ലവ് ടു നോ യുവർ എക്സ്പീരിയൻസ് also. So let's stop blindly following the myths and start trusting the facts, instincts and of course your baby. Parenting എന്ന് പറയുന്നത് വളരെ ടഫ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബട്ട് വി ആർ ഓൾ ഇൻ ടുഗദർ. നമുക്ക് നല്ല സ്മാർട്ടർ ആയിട്ടുള്ള സ്ട്രോങ്ങർ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഓഫ് കോഴ്സ് മിത്ത് ഫ്രീ ആയിട്ടുള്ള ഒരു ബേബീസിന്റെ വേൾഡ് തന്നെ ക്രിയേറ്റ് ചെയ്യാം. സോ ഇഫ് യു ഫൗണ്ട് ദിസ് വീഡിയോ യൂസ്ഫുൾ, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്തൊരു നല്ലൊരു കണ്ടന്റുമായിട്ട് വരുന്നതിന് വരെ ഗുഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.